മക്കളെ ശക്തിയോടെ ഹാപ്പി ന്യൂ ഇയർ എന്നോട് പറയണേ. 1 2 3 ഗോ. ഹാപ്പി ന്യൂ ഇയർ. എന്റെ അമ്മേ, ഞാൻ ഇച്ചിരി ശക്തിയുള്ള പറഞ്ഞു, നിങ്ങൾ ഫുൾ പവർ ആണല്ലോ എനിക്ക് തന്നത്. നിങ്ങളുടെ സ്കൂളിന്റെ പേരൊന്ന് പറഞ്ഞേ. GHSS കുട്ടിക്കാട്ടൂരിലെ പിള്ളേർ അവതരിപ്പിച്ച ചെണ്ടമേളവും വിത്ത് ഫ്യൂഷൻ അല്ലേ? നിങ്ങളുടെ മാസ്റ്റർ എവിടെ? കോഴിക്കോടിന്റെ മുത്തായ മാസ്റ്ററിന്റെ പേരെന്താണ്? ശബരീഷ്. കോഴിക്കോട് തന്നെയല്ലേ? ഇവരെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്, സെയിം സ്കൂളിലുള്ളവരാണ്. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവം? ഇത് ഞങ്ങളെ മ്യൂസിക് ടീച്ചർ ഉണ്ട് പ്രശാന്ത് സാറ് പറഞ്ഞു നമുക്ക് ഒരു ടീം സെറ്റ് ആക്കണം. അത് പ്രകാരം വെക്കേഷനിൽ ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഏപ്രിൽ 1 തുടങ്ങി 30 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ജൂൺ 1 ഇറങ്ങി. എന്റെ ഒരു വിഷമം, അവര് ഫീസൊന്നും തന്നില്ലയോ? ഇതിനെ കൂടുതൽ പറ്റി പറയാൻ നല്ല പ്രശാന്ത് സാറാണ്. അതുകൊണ്ടാണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും സാർ, can we have you on stage please? മ്യൂസിക് ടീച്ചറാണ് പ്രശാന്ത് സാർ. അപ്പൊ പ്രശാന്ത് സാറാണ് ഇതിന് മുൻകൈ എടുത്തത്. ഈ പിള്ളേരെ ഒരു സെലക്ഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? സെലക്ഷന് സാധാരണഗതിയിൽ ഇത് എല്ലാ സ്കൂളുകളിലും ചെണ്ടമേളം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കുട്ടികളുടെ ഒരു ശിങ്കാരിമേളം ടീം തുടങ്ങിയാലോ എന്ന ആലോചന വന്നത്. അതിൽ സ്കൂളിൽ നിന്ന് സെലക്ഷന് വിളിച്ചപ്പോഴേ ഏകദേശം 130ഓളം കുട്ടികൾ സെലക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഞങ്ങളുടെ സ്കൂൾ. അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുത്ത 23 പേരാണ് ഇവർ. 2 മാസം കൊണ്ടാണ് ശരിക്കും ഇത് നമ്മൾക്കിത് അരങ്ങേറാൻ കഴിഞ്ഞത്. ഇതിന്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പ്രവേശനോത്സവത്തിനായിരുന്നു. മേളപ്രഭ എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത്. മേളപ്രഭ അങ്ങനെ വേണമായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ വേണ്ടി അല്ലേ? മാസ്റ്റേഴ്സ്, എന്താണ് നമ്മുടെ ഈ പിള്ളേരെ പറ്റി പറയാനുള്ളത്? അല്ല, നിങ്ങളുടെ ടീം പൊളിയാണ്. എല്ലാവരും ഉഗ്രനായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കോസ്റ്റ്യൂം ഭയങ്കര രസമാണ്, കളർഫുള്ളാണ്. നീ പറഞ്ഞ പോലെ തന്നെ ഈ ശിങ്കാരിമേളത്തിനിടയിൽ ഞാൻ ഇതുവരെ വലിയ ചേച്ചിമാരൊക്കെ വന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കൊച്ചു മിടുക്കികൾ വന്നിട്ട് മുന്നോട്ട് വന്ന് സ്റ്റെപ്പ് ഇട്ടിട്ട് നല്ല ഗ്രേസ് ആയിട്ട് അതിനോട് ചേർന്ന് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോൾ സാധാരണഗതി കഴിഞ്ഞ കാലത്തിലൊക്കെ പറയാം കുട്ടികളുടെ എണ്ണം കുറയുന്നു, കുട്ടികളില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പം മാഷിത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി പോയി. 2000-ലധികം കുട്ടികൾ പഠിക്കുന്നു, അതിൽ നിന്ന് 150 പേര് വരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇത്രയും പേരെ, ഇത്രയും പ്രതിഭകളെ എടുത്തതെന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. കാരണം ഗവൺമെൻറ് സ്കൂളുകളിലേക്കൊക്കെ ഇത്തരം പ്രതിഭകൾ, ഒരുപാട് കലാകാരന്മാർ, അതുപോലെ ഒരുപാട് കുട്ടികൾ വരുന്നു എന്ന് പറയുന്നതും ഈ 2023 ഈ എപ്പിസോഡിൽ നമുക്കൊരു നല്ലൊരു ശുഭ സൂചനയാണ്. അതിന് എന്താ പറയുക, മാതൃകാപരമായ ഒരു ടീമാണ് നിങ്ങളുടേത്. എല്ലാ സ്കൂളുകളിലേക്കും ഇത് വ്യാപിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പ്രത്യേകിച്ച് ധനഞ്ജയൻ കൊള്ളാം, നന്നായിരുന്നു. ഇവരോട് ജോയിൻ ചെയ്തതിൽ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ. ഓക്കെ, നമുക്ക് രാജേനോട് ചോദിക്കാം. നിങ്ങൾ ഗംഭീരമായിരുന്നു, അത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും നിങ്ങൾ തകർത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പേരെ ചേർത്ത് ഇതിനു വേണ്ടി മെനക്കെട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന അധ്യാപകർ, ഗുരുക്കന്മാരെ ആദ്യം നമിക്കുന്നു. നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ ചെണ്ടയോ ഇങ്ങനെ കൊണ്ടുപോകാനൊന്നും സാറന്മാരില്ലായിരുന്നു. കാര്യം അതിനൊരു ഡിവോട്ടഡ് മൈൻഡ് തന്നെ വേണം അധ്യാപകർക്ക്. നമുക്ക് ജോലി കഴിഞ്ഞ് 5 മണിക്ക് വീട്ടിൽ പോകണമെന്നല്ല, വെക്കേഷൻ വന്ന് നിന്ന് ഇവരെ ട്രെയിൻ ചെയ്ത് വിദ്യ എന്ന് പറയുന്ന സംഭവം അതാണ്. നിങ്ങൾ പഠിപ്പ് ഇത്രയുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഗുരുക്കന്മാരുടെ ഒരു ഗുരുത്വം ഈ കുട്ടികൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അവർ താളം തെറ്റാതെ കറക്റ്റായിട്ട് വായിച്ചത് നന്നായിരുന്നു. എന്തായാലും ഇവർക്കെല്ലാം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. കാര്യം ഈ പറയും നിങ്ങളെല്ലാം ഗുരുനാഥനെ അനുസരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പാരൻസിനെ അനുസരിക്കുന്ന കുട്ടികളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നന്നായി വരും എല്ലാവരും. ഗംഭീരമായിരുന്നു. താങ്ക് യു. മറ്റേ സെൻട്രലിൽ നിന്നൊക്കെ ചെയ്യുന്നത് മറ്റേ അവനവിടെ ഒളിച്ച് നിൽക്കുക ബാക്കില്. അവൻ അത്ര നേരം ഫ്രണ്ടിൽ നിന്ന് കാരണം അവൻ ബോധപൂർവം ബാക്കിലേക്ക് പോയത്. മോന്റെ പേരെന്താ? യദു. യദു ഇടയ്ക്ക് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കോല് കാണിക്കുന്നത്. നമുക്ക് നമ്മള് മുന്നോട്ടേക്ക് ഫേസ് ചെയ്തിട്ടല്ലേ നിക്കണേ, എന്നാ ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ട്. ബാക്കിലുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓരോ കാണിക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നില്ലേ? അതായത് ഓരോ തവണ ഓരോ ഡിഫറെന്റ് ആയിട്ടല്ലേ ചെയ്തത്. അപ്പൊ അതിന് ഓരോ താളം ചേഞ്ചിന് ഉണ്ടോ? ആണോ? അത് മാത്രമല്ല, താളം മുറുകുമ്പോ മുണ്ട് വലിച്ചൊരു പരിപാടി കേട്ടു പുള്ളി. ഭയങ്കര സ്റ്റൈലായിട്ട് അല്ല, അത് അവന് നോക്കിയെന്നറിയോ, ഇടയ്ക്ക് അവനൊന്ന് മുണ്ടും മടക്കി കുത്തിയ കൊള്ളാന്നൊരു തോന്നല് പറഞ്ഞിട്ടുണ്ട്. നാളത്തെ പല്ലാവൂരന്മാരോ മട്ടന്നൂരൊക്കെ ആവാം. അത്ര കഴിവുള്ള കുട്ടിയാണ്.